യൂറിക് ആസിഡ് കൂടി ഗൗട്ടുണ്ടായി. പ്രതി ആരാ? തക്കാളിയാണ്. അങ്ങനെ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, തക്കാളി കഴിച്ചപ്പോൾ കൂടിയതാണ്. തക്കാളി കഴിച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടും. തക്കാളി മാത്രമല്ല പ്രതി, അതിനേക്കാളും പ്രശ്നക്കാരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ അതിൻ്റെ കൂടെ ഉണ്ട്. അതിലൊന്നാണ് ആൽക്കഹോൾ, മദ്യം. രണ്ടാമത്തത് റെഡ് മീറ്റ്, ചില പൊടി മത്സ്യങ്ങൾ, പൊടിമീനുകൾ, കടൽ മത്സ്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഷുഗർ കണ്ടൻ്റ് ഉള്ള പ്രോസസ്ഡ് ഫുഡ്, സോഡ അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ജ്യൂസുകൾ, കാര്യങ്ങൾ. ഇത്തരം സാധനങ്ങളാണ് നമ്മുടെ യൂറിക് ആസിഡ് കൂട്ടാൻ ഏറ്റവും വലിയ കാരണമാവുന്നത്. യൂറിക് ആസിഡ് കൂടി അതിൻ്റെ ഒരു ക്രിസ്റ്റൽ ഫോം നമ്മുടെ ജോയിൻ്റെ അകത്ത് അടിഞ്ഞു കൂടുമ്പോഴാണ് നമ്മൾ ഗൗട്ട് പോലത്തെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയണത് എന്താ വെച്ചാൽ, ഇപ്പോൾ അമേരിക്കൻ റൊമറ്റോളജി സൊസൈറ്റി ഇവരൊക്കെ സ്റ്റഡീസ് പറയണത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഫ്രൂട്ട്സിൽ നിന്നും അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ നിന്നും വരുന്ന ഈ പ്യൂരിൻസിൻ്റെ കണ്ടൻറ്റ് നമുക്ക് ഗൗട്ട് ഉണ്ടാക്കാൻ മാത്രം കേപ്പബിൾ അല്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഫുഡിൽ നമ്മൾ കൺട്രോൾ ചെയ്തു എന്ന് വെച്ചാൽ, ഇപ്പോൾ റെഡ് മീറ്റും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്താലും ലെസ് ദാൻ 1% നമുക്ക് യൂറിക് ആസിഡിൽ ചേഞ്ച് വരാൻ സാധ്യതയുള്ളൂ. ബാക്കി നമ്മൾ മരുന്നിൽ തന്നെ കുറയ്ക്കണം. കാരണം മെജോറിറ്റി ഓഫ് ദി പേഷ്യൻസിനും ഈ പ്രോസസ്സിങ്, അതായത് നമ്മുടെ ശരീരത്തിൽ പ്യൂറിൻ മെറ്റാബോളിസത്തിൽ വന്നിട്ടുള്ള ഒരു ജെനറ്റിക് ഫോൾട്ടാണ് അല്ലെങ്കിൽ മെറ്റബോളിക് ഡിഫക്റ്റാണ്. അപ്പോൾ അതിന് നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യേണ്ടതെന്ന് മാത്രമല്ല, എന്ന് വെച്ചാലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തക്കാളി, വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുക, പ്രോസസ്ഡ് സ്വീറ്റ് ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. ഒരു ദിവസം 3 ലിറ്ററൊക്കെ വെള്ളം കുടിക്കാൻ പറയും പെട്ടെന്നൊരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഡോക്ടറെ കാണുക, ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ് ഒക്കെ കഴിച്ച് എത്രയും പെട്ടെന്ന് അതിനെ കൺട്രോൾ ചെയ്യുക. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ 100% ഇനി വരാതെ നോക്കാനും വന്നതിൻ്റെ ലക്ഷണങ്ങൾ മാറ്റാനും പറ്റും നമുക്ക്.